ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്. ഞാൻ അജ്മിൻ ഫയാസ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഡീമൺ സ്ലെയറിനെ കുറിച്ചാണ്. ഡീമൺ സ്ലെയറിനെ കുറിച്ച് നമുക്ക് ചിലർക്കെങ്കിലും അറിയുന്ന ചില കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഡീമൺ സ്ലെയർ എന്ന് പറയുന്നത് മാങ്ക റിട്ടേൺ ബുക്കാണെന്നും അതുപോലെ തന്നെ നമുക്ക് 2019 മുതൽ കണ്ടിന്യൂസ് ഇങ്ങോട്ട് 2024 വരെ എപ്പിസോഡ്, മൂവീസ്, സീരീസ് ആ രീതിയിൽ നമുക്ക് വാച്ച് ചെയ്യാനും സാധിക്കുന്നുണ്ട്. അപ്പോൾ ഡീമൺ സ്ലെയറിന്റെ മറ്റു ചില കാര്യങ്ങളൂടി നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാം. അതായത് നമുക്ക് സീസൺ 1 മുതൽ ഞാൻ തുടങ്ങാം. സീസൺ 1 എന്ന് പറയുന്നത് പേര് എന്ന് പറയുന്നത് അൺവെയറിംഗ് റിസോൾവ് ആർക്ക് എന്ന് തന്നെയാണ്. അപ്പോൾ ആ ഒരു സീസണെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഓരോ കാര്യം ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് തന്നെയാണ് നമുക്ക് ആ ഒരു സീസണിലൂടെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനും കാണാനും മനസ്സിലാക്കാനും സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു സീസണെ കുറിച്ച് നമുക്ക് കുറച്ചധികം അറിയാൻ ശ്രമിക്കാം. മാങ്ക റിട്ടേൺ ബുക്കാണ് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞല്ലോ. അപ്പോൾ ആ ഒരു ബുക്കിന്റെ റെഫറൻസ് ആയിട്ട് എടുത്തിട്ടുള്ളത് ചാപ്റ്റർ 1 മുതൽ ചാപ്റ്റർ 54 വരെയാണ്. ആ ഒരു അത്രയും ചാപ്റ്റർ ആണ് നമുക്ക് ഈ 26 എപ്പിസോഡിലായിട്ട് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ വോളിയം എന്ന് പറയുന്നത് 1 മുതൽ 7 വരെയുമാണ് മാങ്കയുടെ റിട്ടേൺ ബുക്കിൽ നിന്ന് എടുത്തിട്ടുള്ളത്. അപ്പോ അത് കഴിഞ്ഞ് തൊട്ടടുത്തത് വരുന്നതെന്ന് വെച്ചാൽ ഒരു മൂവിയാണ്. അതായത് ഫസ്റ്റ് സീസണിന്റെ സെക്കൻഡ് പാർട്ടാണെന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന ഒന്നാണ്. കാരണം ഫസ്റ്റ് സീസണിന്റെ കണ്ടിന്യൂഷൻ തന്നെയാണ് ഈ ഒരു മൂവി എന്ന് പറയുന്നത്. മൂവിയുടെ പേര് എന്ന് പറയുന്നത് മുഗാൻ ട്രെയിൻ ആർക്ക് എന്നാണ്. അത് മൂവിയായിട്ട് ഇറക്കിയിട്ടുണ്ട്, ഒരു എപ്പിസോഡ് വിധത്തിൽ ഇറക്കിയിട്ടുണ്ട്. എപ്പിസോഡ് എന്ന് പറയുന്നത് 7 എണ്ണം ഉണ്ട്. അപ്പോൾ അതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ടാൻജിറോ, സെനിസ്കോ, പിന്നെ അങ്ങനെ എല്ലാവരെയും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ ഒരേ ഒരു ഫേമസ് ആഷറയും കൂടി നമുക്ക് അതിനകത്ത് കാണാൻ പറ്റും. നമ്മുടെ ഫേമസ് മാത്രമല്ല, നമ്മുടെ ഫേവറേറ്റും കൂടിയായിരിക്കും ആ ഒരു ആഷറ എന്ന് പറയുന്നത്, ഫയർ ബ്രീത്തിങ്. അപ്പോൾ ആ ഒരു മൂവി കണ്ടവർക്കറിയാം ആ ഒരു ആശ്രയയുടെ പവർ എത്രയാണ്, അല്ലെങ്കിൽ ആ ഒരു ഇമ്പാക്ട് എത്രയാണ് നമുക്ക് ആ ഒരു മൂവി കാണുന്നവർക്ക് തന്നെ അറിയാൻ പറ്റും. അപ്പോൾ അതാണ്. അപ്പോൾ അതിന്റെ റെഫറൻസ് ഏതാണെന്ന് നമുക്ക് നോക്കാം. ഞാനൊരു ബുക്ക് എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ബുക്ക് നോക്കുകയായിരിക്കും ചില കാര്യങ്ങൾ ഞാൻ പറയുന്നത്. അപ്പോൾ മൂവിയുടെ റെഫറൻസ് ആയിട്ട് എടുത്തിട്ടുള്ളത് 53 മുതൽ 66ാമത്തെ ചാപ്റ്റർ വരെയാണ് റെഫറൻസ് ആയിട്ട് എടുത്തിട്ടുള്ളത്. വോളിയം എന്ന് പറയുന്നത് 7ഉം 8ഉമാണ്. 7ഉം 8ഉം അടുത്തടുത്ത സംഖ്യ ആയത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ അതൊരു മൂവിയാണ്. മൂവി ആയത് തന്നെ അത് ചെറിയൊരു കാര്യമായിരിക്കുമല്ലോ, അതുകൊണ്ട് തന്നെയാണ്. പക്ഷെ ചാപ്റ്റർ വെച്ച് നോക്കുമ്പോൾ നല്ലൊരു ഇത് കാണാൻ പറ്റും. അതായത് 53ാമത്തെ ചാപ്റ്റർ മുതൽ 66ാമത്തെ ചാപ്റ്റർ വരെയാണ്. അപ്പോ അത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാമെന്ന് വെച്ചാൽ സെക്കൻഡ് സീസണിൽ നമുക്ക് ആ ഒരു സീസണിന്റെ പേര് എന്ന് പറയുന്നത് എന്റർടൈൻമെന്റിങ് ഡിസ്ട്രിക്ട് ആർക്ക് തന്നെയാണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് 11 എപ്പിസോഡുകളാണ് ഉള്ളത്. 11 എപ്പിസോഡ്. അപ്പോൾ മാങ്ക റിട്ടേൺ ബുക്കിൽ നിന്ന് റെഫറൻസ് ആയിട്ട് എടുത്തിട്ടുള്ള ഏതൊക്കെയാണെന്ന് നോക്കാം. ഏതൊക്കെ ചാപ്റ്റർ? 70ാമത്തെ മുതൽ 120ാമത്തെ ചാപ്റ്റർ വരെയാണ് നമുക്ക് ആ ഒരു റെഫറൻസ് ആയിട്ട് എടുത്തിട്ടുള്ളത്. വോളിയം എന്ന് പറയുന്നത് 8 മുതൽ 12 വരെയാണ്. 8 മുതൽ 12 വരെയാണ് വോളിയം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സീസണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ അടുത്തൊരു ആശ്രയെയും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റു 3 മെയിൻ ക്യാരക്ടറിനെയും കൂടി അതിനകത്ത് കാണാൻ പറ്റും. പിന്നെ ആശ്രയയുടെ 3 വൈഫിനെയും കൂടി നമുക്ക് കാണാൻ പറ്റും. പിന്നെ അതിനകത്ത് ചില ഞാൻ സ്റ്റോറി ലൈൻ ഒന്നും പറയുന്നില്ല, അതിനകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതാണ്. അപ്പോ ഈ സെക്കൻഡ് സീസണിന്റെ അവസാനത്തെ ഒരു ഏരിയ എന്ന് പറയുന്നത് മെയിൻ തന്നെയാണ്. അത് കണ്ടിരിക്കണം. കാരണം എന്ന് പറയുന്നത് ബാക്കി വരുന്ന 3ാമത്തെ സീസണിന്റെയും 4ാമത്തെ സീസണിന്റെയും നടക്കുന്ന ആ 3ാം സീസണിന്റെ കഥകളും 4ാമത്തെ സീസണിന്റെയും കഥകളും നടക്കുന്നതെന്ന് പറയുന്നത് ഈ സെക്കൻഡ് സീസണിന്റെ അവസാന ടൈമുകളിലാണ്. അതായത് ആ ഒരു
ബുക്ക് റെഫറൻസ് ചെയ്തുമ്പോഴാണ് ഞാൻ പറയുന്നത്. കാരണം പറയാം, ഞാൻ പറഞ്ഞു സെക്കൻഡ് സീസൺ എൻ്റെ റെഫറൻസ് ആയിട്ട് എടുത്തിട്ടുള്ളത് 70 മുതൽ 120 ചാപ്റ്റർ വരെയാണെന്ന്. അപ്പോൾ അതിന് തൊട്ടും 120 ചാപ്റ്റർ ആവുന്നതിന് മുമ്പ് നടന്നിട്ടുള്ള ചില കാര്യങ്ങളാണ് 3ാമത്തെ സീസണിലും 4ാമത്തെ സീസണിലും നമുക്ക് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ 3ാം സീസണിന്റെ റെഫറൻസ് ഏതൊക്കെ നോക്കാം. 83 മുതൽ 98 ചാപ്റ്റർ വരെയാണ്. 80 മുതൽ 98 ചാപ്റ്റർ വരെയാണ് റെഫറൻസ് ആയിട്ട് എടുത്തിട്ടുള്ളത്. വോളിയം എന്ന് പറയുന്നത് 10ഉം 11ഉമാണ്. ആ ഒരു സീസണിന്റെ പേര് എന്ന് പറയുന്നത് വിൽ സ്മിത്ത് വില്ലേജ് എന്നാണ്. അതിനകത്തും 11 എപ്പിസോഡുകൾ തന്നെയാണ് ഉള്ളത്. അപ്പോ അതിനകത്ത് എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു കാര്യമാണ് അതിന്റെ അവസാനത്തെ ആ ഒരു എപ്പിസോഡ് എന്ന് പറയുന്നത്. നമ്മുടെ ഹീറോയുടെ സിസ്റ്റർ എന്ന് പറയുന്നത് ഒരു ഡീമൻ ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ആ ഒരു ഡീമൻ സൺലൈറ്റിന്റെ പ്രസൻസിൽ ഇറങ്ങി നടക്കുകയാണ്, അല്ലെങ്കിൽ സഞ്ചരിക്കാൻ മൂവ് ചെയ്യാൻ സാധിക്കുകയാണ്. അപ്പോ മെയിൻ വില്ലനായിട്ടുള്ള അല്ലെങ്കിൽ നെഗറ്റീവ് ക്യാരക്ടറായിട്ടുള്ള മുസാൻ ഇത് അറിയുകയാണ്. അതായത് മുസാൻ ഇത്രയും നാള് കാത്തിരിക്കുകയായിരുന്നു ആ ഏതെങ്കിലും ഒരു ഡീമനെങ്കിലും സൺലൈറ്റിനെ പ്രിവെന്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ഏത് ഡീമൻ നിന്ന്. അത് കണക്ക് തന്നെ ഒരു ഫ്ലവർ ഉണ്ട്, പേര് എനിക്കറിയില്ല കൃത്യമായിട്ട്, അത് മെൻഷൻ ചെയ്തില്ല. അപ്പോ ആ ഒരു ഡീമൻ അല്ലെങ്കിൽ മുസാൻ ഇത് ഒരു കാത്തിരിക്കുന്നത്. അപ്പം നമ്മുടെ ഹീറോയുടെ സിസ്റ്റർ സൺലൈറ്റിനെ പ്രിവെന്റ് ചെയ്തെന്ന് മനസ്സിലായതോടും മുസാൻ പിന്നെ അടങ്ങിയിരിക്കത്തില്ലല്ലോ, ഫുൾ പവർ ഇറക്കി ഇറങ്ങാൻ പോവാണ്. അപ്പോ അതാണ് മെയിൻ ആയിട്ട് പറയാനുള്ളത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് 4th സീസൺ ആണുള്ളത്. 4th സീസൺ എന്ന് പറയുന്ന അവസാനമായിട്ട് ഇറങ്ങിയ 2024 ഇറങ്ങിയിട്ടുള്ള ഒരു സീസണാണ്. അതിനകത്ത് റെഫറൻസ് ചെയ്യുന്നത് 19 മുതൽ, അതായത് സെക്കൻഡ് സീസണിന്റെ തൊട്ട് മുമ്പത്തെ ചാപ്റ്റർ തീരുന്നതിന് തൊട്ട് മുമ്പത്തെ ചാപ്റ്റർ മുതൽ 127 ചാപ്റ്റർ വരെയാണ്. വോളിയം എന്ന് പറയുന്നത് 12 തന്നെയാണ്. അതായത് സെക്കൻഡ് സീസണിന്റെ വോളിയം എന്ന് പറയുന്നത് 8 മുതൽ 12 വരെയാണല്ലോ. ആ 12ാമത്തേതില് എന്താണോ മെൻഷൻ ചെയ്തിട്ടുള്ളത് ആ ഒരു ചാപ്റ്റർ തന്നെയാണ് ഈ 4ാമത്തെ സീസണിൽ കാണാനുള്ളത്. അപ്പൊ നമുക്ക് ഇനി അവസാനത്തെ ഒരു മൂവിയും കൂടി ഇറങ്ങാറുണ്ട്. ക്യാറ്റ്സിലാണെന്ന് തോന്നുന്നു, എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. ക്യാറ്റ്സിലാണെങ്കിൽ 13ാമത്തെ വോളിയം കാണും. അതേപോലെ 128 ചാപ്റ്റർ മുതലായിരിക്കും നമുക്ക് കാണാൻ പറ്റുന്നത്. 4th സീസണിന്റെ ലാസ്റ്റ് എപ്പിസോഡ്, എല്ലാ സീസണിന്റെ ലാസ്റ്റ് എപ്പിസോഡ് നമുക്ക് തൊട്ടടുത്ത സീസൺ അല്ലെങ്കിൽ തൊട്ടടുത്ത എപ്പിസോഡ് ഇറങ്ങാൻ വേണ്ടി നമ്മളെ ഒരു ആകാംക്ഷ കയറ്റി വെച്ചിട്ടായിരിക്കും അവർ ആ ഒരു ഇമ്പാക്റ്റ് കൊണ്ടുവരുന്നത്. അപ്പോൾ ഓരോ സീസണിലും ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ഒരു വലിയ ലെവൽ തന്നെയാണ്. അപ്പോ ഞാൻ ഈ ഒരു സെക്കൻഡ് സീസണിന്റെ ലാസ്റ്റ് ഭാഗം മെയിൻ ആണെന്ന് പറയാനുള്ള കാരണം നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. കാരണം 120 ചാപ്റ്ററാണ് സെക്കൻഡ് സീസണില് 120 ചാപ്റ്ററാണ് ലാസ്റ്റ് മെൻഷൻ ചെയ്യുന്നത്. പക്ഷെ അതിന് മുൻപ് നടന്നിട്ടുള്ള കാര്യങ്ങളാണ് 3rd സീസണിൽ, അതായത് ആ ഒരു അവസാന ഏരിയ ആണെന്നേ ഉള്ളൂ, അല്ലെങ്കിൽ അവസാന ടൈം പീരീഡിൽ നടക്കുന്ന കാര്യമാണെന്നേ ഉള്ളൂ. അപ്പോൾ ഇത്രയാണ് വീഡിയോ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായ തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നിങ്ങളുടെ വലിയ കമന്റുകൾ അറിയിക്കണം. പിന്നെ ഒരു കാര്യം കൂടി പറയുകയാണെങ്കിൽ സബ്സ്ക്രൈബർക്ക് കുറവാണ്. അപ്പം സബ്സ്ക്രൈബ് ചെയ്ത് പോവുകയാണെങ്കിൽ ഹെൽപ്പായി അതിന്. അപ്പോൾ ഇതിലും കിട്ടുന്ന ഒരു വീഡിയോ വരുന്നത് വരെ ബൈ ബൈ. വൈകുന്നേരം 6:30 തുടങ്ങിയതാണ് ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാൻ. കുറെ മിസ്റ്റേക്ക് വരുന്നുണ്ട്, തെറ്റിപ്പോന്ന്. അപ്പോൾ റീഷൂട്ട് ചെയ്ത് സമയം ഇപ്പൊ പറയുന്നത് 11 മണി കഴിഞ്ഞിട്ടുണ്ട്.
വെള്ളം പോലും വെള്ളം കുടിച്ച് പക്ഷെ തൊണ്ടങ്ങ് ഡ്രൈ ആയത് നമുക്ക് സ്വരം മാറിയതായിട്ട് നമുക്ക് അറിയാൻ പറ്റും. ഇത്രയും ഹാർഡ് വർക്ക് എടുത്തിട്ടാണ് ഞാൻ ഓരോ വീഡിയോ ചെയ്തത്. അതായത് ഏതെങ്കിലും ഒരു വീഡിയോ ചെയ്താൽ പോലല്ലോ, നമുക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഓഡിയൻസ് അല്ലെങ്കിൽ നമ്മുടെ സബ്സ്ക്രൈബറിന് അത്രയും മാത്രം ഹെൽപ്പ് ആവുന്ന കാര്യങ്ങളായിരിക്കും കൊണ്ടുവരേണ്ടത്. അതുകൊണ്ടാണ് ഇത്രയും ഹാർഡ് വർക്ക് അല്ലെങ്കിൽ ഇത്രയും എഫേർട്ട് എടുത്തിട്ടായാലും ഇത്രയെങ്കിലും എൻ്റെ ഞാൻ പറഞ്ഞത് എത്രമാത്രം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് എനിക്ക് അറിയില്ല. എന്തായാലും നിങ്ങൾക്ക് ഹാപ്പി ആക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്രയും കഷ്ടപ്പെട്ടത്. ഞാൻ പറഞ്ഞു 5:30-6 മണിയോട് അടുപ്പിച്ച് കൂടെ തുടങ്ങിയിട്ട് ഇപ്പൊ സമയം എന്ന് പറയുന്നത് 11:02 ആയിട്ടുണ്ട്. അതയ്യ. അപ്പോൾ പറഞ്ഞു മറക്കണ്ട, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഏതെങ്കിലും വീഡിയോസോ അല്ലെങ്കിൽ അപ്ലോഡ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷൻ വരുന്നതാണ് ഞാനൊരു പുതിയൊരു വീഡിയോ അപ്ലോഡ് ചെയ്തെന്ന് പറഞ്ഞിട്ട്. പിന്നെ എന്തെങ്കിലും നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ എന്നല്ല, ഏതൊരു വീഡിയോ പറയുകയാണെന്നുണ്ടെങ്കിൽ കമൻ്റായിട്ട് പറയാൻ പറ്റുന്നതാണ്. പോസിറ്റീവായാലും നെഗറ്റീവായാലും ഞാൻ അതെൻ്റെ അക്സെപ്റ്റ് ആക്കുന്നതാണ്. പിന്നെ ചില ആൾക്കാർ മാത്രം ചില കമൻറ്റിൽ ബാഡ് വേർഡ്സ് ഉപയോഗിക്കുന്നുണ്ട്. എന്താണെന്ന് എനിക്ക് പറയാൻ വയ്യ. അപ്പൊ അങ്ങനത്തെ ബാഡ് വേർഡ്സ് ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഞാൻ നോക്കി ആ ഒരു വീഡിയോ, അതായത് എന്തെങ്കിലും മോശമായിട്ട് ഞാൻ ചെയ്യുന്നുണ്ടോ? മോശമായിട്ടൊന്നും ഞാൻ ചെയ്യുന്നില്ല. പക്ഷെ എന്തിനാന്ന് എനിക്കറിയത്തില്ല ആ ഒരു വീഡിയോയിൽ ഒരു ബാഡ് വേർഡ്സ് ഉപയോഗിക്കുന്നത് എന്തിനാന്ന് എനിക്കറിയത്തില്ല. അങ്ങനെയൊന്നും ഉപയോഗിക്കണ്ട. എൻ്റെ ഒരു കുറവുകൾ ചൂണ്ടിക്കാണിച്ചാൽ എനിക്ക് അക്സെപ്റ്റ് ആക്കാം, എനിക്ക് തിരുത്താൻ സാധിക്കും. പക്ഷേ മനസ്സിലായല്ലോ. അപ്പൊ അടുത്തൊരു വീഡിയോ വരുന്നത് വരെ ബൈ ബൈ.